നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പട്ല ബോർഡിൽ നടന്നു പോകുന്നതിനിടെ കാൽവഴുതി തോട്ടിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട യുവാവ് മരിച്ചത് നാടിന്റെ നൊമ്പരമായി. ഭാര്യ വീട്ടിലെത്തിയ പാലക്കുന്നിലെ സാദിഖാണ് മരിച്ചത്. പ്രവൃത്തി പുരോഗമിക്കുന്ന ചെർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള യാത്ര അപകട ഭീതി ഉയർത്തുന്നു. ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും മഴവെള്ളം കുത്തിയൊലിക്കുന്നതുമാണ് ഭീഷണി ഉയർത്തുന്നത്. മഴക്കെടുതികൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം നിർത്താതെ പെയ്ത മഴയിൽ കുമ്പളയിലെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി. ശക്തമായ മഴയിൽ കാഞ്ഞങ്ങാട് ഒറുവങ്കരയിൽ റോഡ് വെള്ളത്തിനടിയിലായി. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ചെർക്കളയിൽ 4 വീടുകളിൽ വെള്ളം കയറി. വെള്ളക്കെട്ട് കുറയ്ക്കാനായി നാട്ടുകാർ ബാളക്കണ്ടം പാറത്തോട് വൃത്തിയാക്കി. കാലവർഷം കലിതുള്ളിയപ്പോൾ വിറങ്ങലിച്ച് മഞ്ചേശ്വരം. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് മഞ്ചേശ്വരം പ്രദേശത്തുണ്ടായത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പട്ല ബോർഡിൽ നടന്നു പോകുന്നതിനിടെ കാൽവഴുതി തോട്ടിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചത് നാടിന്റെ നൊമ്പരമായി. ഭാര്യ വീട്ടിലെത്തിയ പാലക്കുന്നിലെ സാദിഖാണ് മരിച്ചത്. ഭാര്യ സഹോദരൻ മൊയ്തുവിനൊപ്പം നടന്നു പോകവെ കാൽവഴുതി സാദിഖ് തോട്ടിലേക്ക് വീഴുകയായിരുന്നു. മധുവാഹിനിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പട്ലയിലെ ബോർഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ മഴ തുടരുന്ന കാസർഗോട്ട് കാലവർഷക്കെടുതി രൂക്ഷം. വ്യാപകമായ നാശനഷ്ടങ്ങൾക്കു പുറമെ മനുഷ്യജീവനും അപകടത്തിലാകുന്ന സ്ഥിതിയാണ് ജില്ലയിലുള്ളത്. മധുവാഹിനിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വെള്ളം കയറിയ പട്ല ബൂഡിൽ നടന്നു പോകുന്നതിനിടെ കാൽവഴുതി തോട്ടിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചത് നാടിൻ്റെ നൊമ്പരമായി. പാലക്കുന്ന് കരിപ്പോടിയിലെ അസീസിൻ്റെയും അസ്മയുടെയും മകൻ സാദിഖാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത്. ഭാര്യ സഹോദരൻ മൊയ്തുവിനോടൊപ്പം നടന്നു പോകുമ്പോൾ കാൽ തെന്നി വെള്ളം നിറഞ്ഞ തോട്ടിലേക്ക് സാദിഖ് വീഴുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കരയ്ക്കെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. ദുബായിൽ ഒരു കടയിൽ കാഷ്യറായി ജോലി ചെയ്യുന്ന സാദിഖ് 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. മധുവാഹിനിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പട്ലയിലെ ബൂഡ്, മൊഗർ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. വെള്ളം കയറിയതിനാൽ നിരവധി കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കുൾപ്പെടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴ തുടരുന്നത് പ്രദേശത്തെ മറ്റു കുടുംബങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. 30 മുതൽ 40ഓളം വീടുകളാണ് ഇവിടെ വെള്ളപ്പൊക്ക ഭീതിയിലുള്ളത്. പ്രദേശത്തെ വയലുകളിലടക്കം വെള്ളം കയറിയതോടെ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാൻ നാട്ടുകാർ ഇവിടെ കർമ്മനിരതരായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവൃത്തി പുരോഗമിക്കുന്ന ചെർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള യാത്ര അപകട ഭീതി ഉയർത്തുന്നു. ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും മഴവെള്ളം കുത്തിയൊലിക്കുന്നതുമാണ് ഭീഷണി ഉയർത്തുന്നത്. മഴ പെയ്യുമ്പോൾ ചെളിവെള്ളം നിറഞ്ഞ് റോഡ് ഏതെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കൂടാതെ മണ്ണിടിച്ചിൽ ഭീതിയും നിലനിൽക്കുന്നുണ്ട്. മഴക്കാലം തുടങ്ങിയതോടെ ദേശീയപാത പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയ്ക്കുള്ള യാത്ര അപകട ഭീതി ഉയർത്തുകയാണ്. അശാസ്ത്രീയ നിർമ്മാണമെന്നാരോപിക്കപ്പെടുന്ന ഈ ഭാഗത്തുകൂടിയുള്ള യാത്ര ഡ്രൈവർമാരുടെ പേടി സ്വപ്നമാവുകയാണ്. ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും മഴവെള്ളം കുത്തിയൊലിക്കുന്നതും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ദീർഘവീക്ഷണത്തോടുകൂടി പ്രവൃത്തി നടത്താത്തതാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണമായത്. മഴ പെയ്യുമ്പോൾ ചെളിവെള്ളം നിറഞ്ഞ് റോഡ് ഏതെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കൂടാതെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴക്കെടുതികൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം നിർത്താതെ പെയ്ത മഴയിൽ കുമ്പളയിലെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി. തക്ക സമയത്തെ ഇടപെടൽ കൊണ്ടു മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് പെർവാഡിലെ സൈനുദ്ദീന്റെ കുടുംബം. 2500ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോയിപ്പാടി പെർവാഡ് കോളനിയിലേക്കുള്ള അടിപ്പാതയിലും വെള്ളക്കെട്ട് രൂക്ഷം. കഴിഞ്ഞ ദിവസം രാത്രി നിർത്താതെ പെയ്ത മഴയിൽ കുമ്പളയിലുണ്ടായത് വൻ നാശനഷ്ടം. കുമ്പളയിലെ പെർവാഡ് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ്. പ്രദേശത്തെ സൈനുദ്ദീന്റെ വീട്ടിൽ പുലർച്ചെ 4 മണിയോടുകൂടി വെള്ളം കയറി. സംഭവ സമയത്ത് സൈനുദ്ദീനും കുടുംബവും ഉറക്കത്തിലായിരുന്നു. സൈനുദ്ദീന്റെ ഉടമസ്ഥതയിൽ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലെ താമസക്കാരാണ് ആദ്യം വെള്ളം കയറുന്ന വിവരം അറിയുന്നത്. സാധനങ്ങളെല്ലാം ഒഴുകിപ്പോകുന്നത് കണ്ട ശ്രീലത എന്ന സ്ത്രീയാണ് വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിച്ചത്.
വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ ഉണരുകയും പെട്ടെന്ന് തന്നെ വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയുമായിരുന്നു. തുടരെ വീടിനകത്ത് വെള്ളം ഉയർന്നതിനാൽ വീട്ടുകാർ ജീവൻ കയ്യിൽ പിടിച്ച് ടെറസിലേക്ക് ഓടുകയായിരുന്നു. രാത്രി 4 മണിക്ക് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന കോട്ടയിൽ താമസിക്കുന്നവളാണ് വിളിച്ചു പറഞ്ഞിട്ട് വെള്ളം കയറി. നമുക്കറിയുന്നില്ല, ഉറക്കില്ലായിരുന്നല്ലോ. എന്നാൽ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വന്ന് ഇവർക്ക് കറണ്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ട് പിന്നെ സാധാരണ നശിച്ചു പോയി. ഇൻവെർട്ടർ നശിച്ച്, വാഷിംഗ് മെഷീൻ നശിച്ച്, പോയിട്ട് കമ്പനി ഡ്രസ്സെല്ലാം പോയി. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ്. വീട്ടുകാരെ രക്ഷപ്പെടുത്തുന്നതിനായി ശ്രീലത വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഇർഷാദ് ചാക്കോ, 14-ാം വാർഡ് മെമ്പർ അനിൽകുമാർ എന്നിവർ ഉടനെ സ്ഥലത്തെത്തി. ഏറെ നീണ്ട ശ്രമത്തിനൊടുവിൽ ശ്രീലതയെയും സൈനുദ്ദീന്റെ കുടുംബത്തെയും പുറത്തെത്തിക്കുകയായിരുന്നു. കുമ്പളയിലെ 17-ാം വാർഡ് വണ്ണാത്തുംകടവിലും വെള്ളക്കെട്ട് രൂക്ഷമായി ജനജീവിതം തന്നെ ബുദ്ധിമുട്ടിലാണ്. 2500ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോയിപ്പാടി കടപ്പുറത്തേക്കും പെർവാഡ് കോളനിയിലേക്കും പോകേണ്ട അടിപ്പാതയിലും വെള്ളക്കെട്ട് രൂക്ഷമായി വാഹനങ്ങൾ പോലും കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. പ്രദേശത്തെ ജനങ്ങൾ ഗതാഗതത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് വാടകയുടെ 4 ഇരട്ടിയോളം രൂപ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ചിലവാക്കേണ്ടി വരുന്നു. ഇന്നൊരു വാടക പോയി നമുക്കൊരു 1500 രൂപ പണി കിട്ടി. ലൈനറിൻ്റെ ഫുള്ള് കംപ്ലൈൻറ്റ്. 2000-3000 വീടുണ്ട് കടപ്പുറത്ത്. എന്താക്കാനാ, ഓർക്ക് പോയില്ലെങ്കിൽ നമ്മൾ കൊടുക്കും. നമ്മുടെ നാട്ടുകാരെന്താ വണ്ടിക്കാർക്ക് മൊത്തം ബുദ്ധിമുട്ടാണ് കാര്യങ്ങളാണ്. നാട്ടുകാർക്ക് പോകാത്ത ഒരു ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന പ്രതിസന്ധിക്കു നേരെ കണ്ണടയ്ക്കാതെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ കാസർഗോഡ് ചന്ദ്രഗിരി പാതയിലെ പുലിക്കുന്നിൽ മണ്ണിടിച്ചിൽ. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ജാഗ്രതയുടെ ഭാഗമായി പുലിക്കുന്ന് ചന്ദ്രഗിരി റോഡിനടുത്തെ NGO ഹോമിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാന പാതയായ കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP പാതയിലെ ചന്ദ്രഗിരി ജംഗ്ഷനോട് ചേർന്നുള്ള പുലിക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായി. കുന്നിടിച്ച് റോഡുണ്ടാക്കിയ സ്ഥലത്ത് ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണുള്ളത്. ഇത് തകർന്നു വീണാൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയുണ്ടാകും. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ നിലവിൽ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി പുലിക്കുന്ന് ചന്ദ്രഗിരി റോഡിനടുത്തെ NGO ഹോമിലെ താമസക്കാരായ 20 സർക്കാർ ജീവനക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നുള്ളിപ്പാടി ഗവൺമെൻറ് UP സ്കൂൾ കെട്ടിടത്തിലേക്കാണ് ഇവരെ മാറ്റി പാർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ മധൂർ ക്ഷേത്രത്തിൽ വെള്ളം കയറി. ചുറ്റമ്പലത്തിനകത്തും പുറത്തും വെള്ളം കയറിയത് മൂലം ക്ഷേത്രത്തിലെത്താൻ ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടി. മധുവാഹിനി പുഴ കരകവിഞ്ഞതോടെ മധൂറിന്റെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ജില്ലയിൽ തുടരുന്ന ശക്തമായ മഴയിൽ പുഴകളെല്ലാം നിറഞ്ഞ് കവിയുകയാണ്. മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയതോടെ മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറി. ക്ഷേത്ര പരിസരത്തുൾപ്പെടെ വെള്ളം കയറിയതുമൂലം ക്ഷേത്രത്തിലെത്തുവാൻ ഭക്തജനങ്ങൾ നന്നേ ബുദ്ധിമുട്ടി. പതിവ് പൂജകൾ ക്ഷേത്രത്തിൽ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. സമീപത്തെ ബസ് സ്റ്റാൻഡും പരിസരവും വെള്ളത്തിലായതോടെ യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ്. പഞ്ചായത്ത് ഓഫീസ്, അംഗൻവാടി, കൃഷിഭവൻ, ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലേക്കെത്തുവാൻ കടുത്ത യാത്രാ ദുരിതമാണുള്ളത്. മധുവാഹിനിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മധൂർ, പട്ള എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശക്തമായ മഴയിൽ കാഞ്ഞങ്ങാട് ഒറുവുംകരയിൽ റോഡ് വെള്ളത്തിനിടയിലായി. പുഴയോട് ചേർന്ന പ്രദേശമായതിനാൽ ജലനിരപ്പ് ഉയരുകയും റോഡ് വെള്ളത്തിനടിയിലാവുകയുമായിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. കാഞ്ഞങ്ങാട് രാവണീശ്വരത്തോട് ചേർന്ന ഒറവുംകര പ്രദേശത്ത് റോഡിൽ വെള്ളം കയറിയത് ഗതാഗത തടസ്സത്തിന് കാരണമായി. പുഴയോട് ചേർന്ന പ്രദേശമായതിനാൽ ജലനിരപ്പ് ഉയരുകയും റോഡ് വെള്ളത്തിനടിയിലാവുകയുമായിരുന്നു. പുഴയോട് സമാനമാണ് ഇപ്പോൾ റോഡ് ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ അവസ്ഥ. മുക്കൂട്, കാരക്കുന്നുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ളവർ നഗരത്തിലെത്തുവാൻ ആശ്രയിക്കുന്ന പ്രധാന പാതയാണിത്. റോഡിൽ വെള്ളം കയറിയതോടെ ഈ പ്രദേശങ്ങളിലുള്ളവരെല്ലാം വലിയ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. മഴ ശക്തമായി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ റോഡ് വഴിയുള്ള ഗതാഗതം മുടങ്ങും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കളയിൽ 4 വീടുകളിൽ വെള്ളം കയറി.
കനത്ത മഴയിൽ പാടശേഖരത്തിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞതോടെയാണ് കരയിലെ വീടുകളിലേക്ക് വെള്ളം കയറിയത്. വെള്ളക്കെട്ട് കുറയ്ക്കാനായി നാട്ടുകാർ ബാളക്കണ്ടം പാറത്തോട് വൃത്തിയാക്കി. കനത്ത മഴ തുടരവെ ചെർക്കള പാടശേഖരത്തിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് കരയിലെ 4 വീടുകളിലേക്ക് വെള്ളം കയറി. പാടശേഖരത്തിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നതോടെ ഇത് പരിഹരിക്കുവാൻ നാട്ടുകാർ ബാളക്കണ്ടം പാറത്തോട് വൃത്തിയാക്കി. ശക്തമായ മഴയെപ്പോലും വകവയ്ക്കാതെയാണ് നാട്ടുകാർ ശ്രമദാനം നടത്തിയത്. തോട്ടിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കിയതോടെ പാടശേഖരത്തിൽ നിന്നുള്ള വെള്ളം തടസ്സമില്ലാതെ പുറത്തേക്ക് ഒഴുകിപ്പോകുവാൻ തുടങ്ങി. ചെങ്കള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫിയ ഹാഷിമിന്റെ നേതൃത്വത്തിൽ ഫൈസൽ പൈച്ചു ചെർക്കള, നാസർ ചെർക്കളം, ഹാരിസ് CKK, ഷഹദ് ചെർക്കള, ഷെരീഫ് ചെർക്കള, ഇഷാൻ CKK എന്നിവർ സേവനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാലവർഷം കലിതുള്ളിയപ്പോൾ വിറങ്ങലിച്ച് മഞ്ചേശ്വരം. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് മഞ്ചേശ്വരം പ്രദേശത്തുണ്ടായത്. നിരവധി വീടുകളിൽ വെള്ളം കയറുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. പലയിടത്തും മണ്ണിടിച്ചിലുമുണ്ടായി. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തി കടലാക്രമണവും അതിരൂക്ഷമാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെയുണ്ടാകുന്ന അതിശക്തമായ കാറ്റും മഴയും മഞ്ചേശ്വരം പ്രദേശത്ത് കനത്ത നാശനഷ്ടങ്ങളാണുണ്ടാക്കിയത്. മഴ തുടരവെ ഈ ഭാഗത്തെ പുഴകളെല്ലാം കരകവിഞ്ഞു. പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിലും മരങ്ങൾ കടപുഴകി വീഴുന്നതും വീടുകളിൽ വെള്ളം കയറുന്നതും തുടരുകയാണ്. റോഡുകളിൽ വെള്ളം കയറിയതോടെ ഉൾപ്രദേശങ്ങളിലെ ഗതാഗതം താറുമാറായി. മൊത്തം വെള്ളം കയറിയിട്ട് ഒരാൾ മുങ്ങുന്ന ഒരു രീതിയിലുള്ള വെള്ളമാണ് ഇവിടെ ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഷോപ്പ് കാര്യങ്ങളൊന്നും തുറക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. വൻ നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഉടനെ ഇവിടെ സന്ദർശിച്ചുകൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബങ്കരമഞ്ചേശ്വരം കണ്ണുതീർത്ത പരിസരത്ത് കടപ്പുറത്തെ വീടുകളിൽ വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീരവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. വസങ്കടി, കുഞ്ചത്തൂർ, ഉദ്യാവര തുടങ്ങിയിടങ്ങളിലെ പ്രദേശങ്ങളിലും വെള്ളം കയറി. കൂടാതെ പാവൂർ, മച്ചമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളം കയറി. അട്ടഗോളിയിലെ ഇന്ന് ഗൃഹപ്രവേശനം നടക്കേണ്ടിയിരുന്ന ഒരു വീടിനു മുകളിൽ മരം കടപുഴകി വീണു. ഈ വീടിനോട് ചേർന്ന കുന്നും ഇടിഞ്ഞു വീണു. ഇതോടെ ഗൃഹപ്രവേശനം മാറ്റിവെച്ചു. ബന്ദിയോട് വയൽ പ്രദേശത്ത് 5 വീടുകളിൽ വെള്ളം കയറി. ബന്ദിയോട് വയൽക്കരയിലെ അബ്ദുൽ ഖാദറുടെ വീടിന്റെ ചുറ്റുമതിലിടിഞ്ഞു വീഴുകയും ചെയ്തു. വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ കനക്കുന്നതോടുകൂടി വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് ഇതിൻ്റെ നഷ്ടപരിഹാരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മഞ്ചേശ്വര ഹൈവേൻ്റെ സൈഡിലുള്ള എല്ലാ പുറം വെള്ളത്തിൽ തണ്ണിലായിട്ട് പോയിന്, നല്ല അടിയിലുണ്ട്. പിന്നെ ഇന്നും മഴ വന്നാൽ കണ്ട ഭാഗത്തുള്ള ഈ കൃഷി ഭാഗമുള്ളവരെല്ലാം കാലിയാക്കുന്നത് നല്ലത്. ഈ സമയത്ത് പൊക്കൊന്നും അറിയില്ല, ചില പുറമെല്ലാം മുങ്ങിയിട്ട് പോയിന്. ഉപ്പള, പടത്തുരു, മച്ചിബയൽ പരിസരങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മലയോര ഹൈവേയിലെ പൈവളികയ്ക്കും മിയാപ്പദവിനുമിടയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇത് ഗതാഗത തടസ്സത്തിന് കാരണമായി. നാട്ടുകാരും അധികൃതരും ചേർന്ന് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. മംഗൽപാടി പഞ്ചായത്തിലെ കുബണൂരിൽ സുവർണഗിരി പുഴ കരകവിഞ്ഞിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുഞ്ചത്തൂരിൽ റോഡ് മുങ്ങിയ നിലയിലാണ്. ശ്രീശാസ്ത ക്ഷേത്രത്തിലും വെള്ളം കയറി. ഇതുകൂടാതെ പരിസരത്തെ 5 വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ലാൽബാഗ് കുതിരപ്പദവ് റോഡിലെ സിറന്തടുക്കയിൽ കുന്ന് ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. കുന്നിലുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റും മണ്ണിനൊപ്പം ഒലിച്ചുപോയി. ഇതുവഴി ബസ് സർവീസ് ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. കുതിരപ്പദവ് ഉപ്പള റോഡിലും ഗതാഗത തടസ്സമുണ്ട്. ലാൽബാഗിനും കുതിരപ്പദവിനുമിടയിൽ സീറന്തടുക്കയും സമീപ പ്രദേശങ്ങളുമെല്ലാം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട ദേശീയപാതയിലെ തെക്കിൽ പാലത്തിനടുത്തെ വീടുകളിൽ വെള്ളം കയറി. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് വീടുകളിൽ വെള്ളം കയറിയത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തുകയും പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ദേശീയപാത 2ാം റീച്ചിലെ തെക്കിൽ പാലത്തിനടുത്ത് വീടുകളിൽ വെള്ളം കയറി. ഒരാഴ്ചത്തോളമായി പ്രദേശത്ത് വെള്ളക്കെട്ടുകൾ രൂക്ഷമായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയോടെ ചില വീടുകളുടെ ടോയ്ലറ്റിൽ വെള്ളം നിറഞ്ഞു വരികയും 5 മണിയോടുകൂടി വീടിനകത്തേക്കും വെള്ളം കയറുകയുമായിരുന്നു. തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു. നോമ്പായതിനാൽ അത്താഴത്തിനായി എഴുന്നേറ്റ നേരത്തായിരുന്നു വെള്ളം കയറിയത് വീട്ടുകാർ അറിഞ്ഞത്. അല്ലാത്തപക്ഷം ജീവൻ തന്നെ അപകടത്തിലായേനെ എന്ന് തെക്കിലെ അബ്ദുൽ ഖാദറിന്റെ കുടുംബം പറയുന്നു.
ഒരാഴ്ചത്തോളമായി പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് പ്രതിസന്ധിയിലായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ അർജുനൻ തായിലങ്ങാടി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടീജന്റ് ജീവനക്കാരെ പൊതു സർവീസിൽ ഉൾപ്പെടുത്തുക, പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പ്രതിഷേധ ധർണ നടത്തി. കാസർഗോഡ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KMCEC ജില്ലാ പ്രസിഡന്റും INTUC ജില്ലാ വൈസ് പ്രസിഡന്റുമായ അർജുനൻ തായലങ്ങാടി ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ ദുഷിപ്പിക്കുന്ന രീതിയിൽ, ജീവനക്കാരെ അവഗണിക്കുന്ന രീതിയിൽ ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇവർക്കെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി പുരുഷോത്തമൻ മുതലപ്പാറ, ട്രഷറർ സതീശൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ്, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പൊസോട്ടിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന വോർക്കാടയിലെ മജീർപ്പള്ള സ്വദേശികളായ പ്രീതം, പ്രജ്വൽ, കെൽവിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ കെൽവിന്റെ നില ഗുരുതരമാണ്. കാസർഗോഡ് നിന്നും തലപ്പാടിയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരികയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രാവിലെ 8 മണിയോടെ ദേശീയപാത പൊസോട്ടിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന വോർക്കാടിയിലെ മജീർപ്പള്ള സ്വദേശികളായ പ്രീതം, പ്രജ്വൽ, കെൽവിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ കെൽവിൻ്റെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ നാട്ടുകാർ ഉടൻ തന്നെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോലിക്കായി മംഗളൂരുവിലേക്ക് ട്രെയിനിൽ പോകുവാനായി കാറിൽ മൂവരും മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പോയതായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. ട്രെയിൻ കിട്ടാതായതോടെ 3 പേരും കാറിൽ തിരികെ മജീർപ്പള്ളയിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് മുളിയാറിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. മുളിയാർ 8-ാം മൈൽ കണ്ടത്തിലാണ് വീടുകളിൽ വെള്ളം കയറിയത്. 10ഓളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. ശക്തമായ മഴയിൽ മുളിയാറിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. 8-ാം മൈൽ കണ്ടത്തിൽ വെള്ളം നിറഞ്ഞതോടെ സമീപത്തെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുകയായിരുന്നു. 10ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. സ്ഥലത്തെ ക്വാർട്ടേഴ്സുകളും വെള്ളപ്പൊക്ക ഭീതിയിലാണ്. വെള്ളം ഒഴുകിപ്പോകുവാൻ സൗകര്യമില്ലാത്തതാണ് പ്രദേശത്ത് ഇത്തരമൊരു അവസ്ഥയുണ്ടാകുവാൻ കാരണമായത്. ഇവിടെ നിന്നുള്ള 8 കുടുംബങ്ങളെയും മുളിയാർ വില്ലേജിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള 10ഓളം കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ 9, 10, 11 വാർഡുകളിലെ നിരവധി വീടുകളിലും വെള്ളം കയറി. പുലർച്ചെ 3:50ഓടെ വീടുകളിലേക്ക് വെള്ളം കയറിയതോടെയാണ് ഉറങ്ങിക്കിടന്നവർ വിവരമറിഞ്ഞത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജില്ലയിൽ തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും ബങ്കര മഞ്ചേശ്വരം ഹാർബറിന് സമീപം ഗാളിയാർ ഗ്രൗണ്ടിൽ കെട്ടിവച്ചിരുന്ന ഫൈബർ വള്ളങ്ങൾ ഒഴുക്കിൽപ്പെട്ടു. സമീപവാസികളും നാട്ടുകാരും എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വലകളും മോട്ടോറുകളും ഒലിച്ചുപോയി. മഞ്ചേശ്വരം MLA AK അഷ്റഫ് സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടം. ബങ്കര മഞ്ചേശ്വരം ഹാർബറിന് സമീപം ഗാളിയാർ ഗ്രൗണ്ടിൽ കെട്ടിവച്ചിരുന്ന ഫൈബർ വള്ളങ്ങൾ ഒഴുക്കിൽപ്പെട്ടു. നിർത്താതെ പെയ്ത മഴയിലും ശക്തമായ കാറ്റിലും ഒഴുക്കിൽപ്പെട്ട വള്ളങ്ങൾ കരയ്ക്കടുപ്പിക്കാൻ പുലർച്ചെ 5 മണി മുതൽ സമീപവാസികളും നാട്ടുകാരും എത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചുവെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ വലകളും മോട്ടോറുകളും ഒലിച്ചുപോയി. തോണികൾ കെട്ടിവയ്ക്കുന്ന ഗ്രൗണ്ടിൽ മുൻപും വെള്ളക്കെട്ടുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല. മഞ്ചേശ്വരം MLA AK അഷ്റഫ് സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ പിലിക്കോട് സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണ സ്ഥലത്തേക്ക് ചരൽ മണ്ണിടിഞ്ഞു താഴ്ന്നു. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. സർവശിക്ഷ കേരളം നേതൃത്വത്തിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ വഴി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 1/4 കോടി രൂപ ചെലവിൽ 2 ക്ലാസ് മുറികൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് മണ്ണിടിഞ്ഞത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഭാഗമായി അടിത്തറ ബെൽറ്റിട്ട സ്ഥലത്തേക്കാണ് വെള്ളിയാഴ്ച രാവിലെ ഉയരത്തിൽ നിന്ന് മണ്ണിടിഞ്ഞു വീഴുന്നത്.
തൊഴിലാളികൾ എത്തും മുമ്പായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. BRC കിട്ടുന്ന സ്ഥലമാണ്, ഈ ബിൽഡിംഗ് പുതുതായി കിട്ടുന്നതാണ്. ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ കുഞ്ഞ് ഇടിച്ചിട്ടാണ് ഈ സ്ഥാപനം കെട്ടുന്നത്. വിദ്യാലയത്തിനും മറ്റ് ഈ ഇതിലെ പോകുന്ന വഴിയാത്രക്കാർക്കും വളരെയധികം ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്കകം പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതോടെ ഇതിന് മുകളിലുള്ള കെട്ടിടത്തിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ക്ലാസ് ആരംഭിക്കാനിരിക്കവെയാണ് മുകളിൽ നിന്ന് ചരൽ മണ്ണിടിഞ്ഞ് താഴ്ന്നത്. തൊഴിലാളികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കിയേ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി നടത്താവൂ എന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BJP ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അഹല്യാബായ് ഹോൾക്കറുടെ 300ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു. അഹല്യാബായ് ഹോൾക്കറുടെ 300ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. മുൻ BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അഹല്യാബായിയുടെ ചരിത്രം പഠിക്കേണ്ടതും അവർ വളരെ മാതൃകയാക്കേണ്ടതുമാണ്. കാരണം വിരുദ്ധമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 18ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വനിതയായിട്ട് മാറാൻ അഹല്യാബായ് ഹോൾക്കർക്ക് സാധിച്ചു എന്നുള്ളത്. ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയം വേടേണ്ടതാണ്. അവസാനം പറഞ്ഞത് പോലും എനിക്ക് രാമനെ അറിയില്ല, രാവണനെ അറിയാം എന്നുള്ളതാണ്. വലിയ വാർത്തയാണ് കേരളത്തിൽ. അപ്പൊ ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ, തെറ്റായ ചരിത്രബോധങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ബിംബമാണ്, ചരിത്ര ബിംബമാണ് ഈ അഹല്യാബായ് ഹോൾക്കറുടേത് എന്നുള്ളത് കൊണ്ടാണ്. ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം K സവിത, A വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, സെക്രട്ടറി പുഷ്പ ഗോപാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആൾട്ടൻഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ കൂട്ടായ്മയുടെ 5ാം വാർഷികാഘോഷം ശനിയാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അയ്യോ എൻ്റെ ഉമ്മാനും ഉപ്പാനും എൻ്റെ അച്ഛനും അമ്മയും വൃദ്ധസദനത്തിൽ ഞാൻ തള്ളിക്കളയാൻ പാടില്ല, അവിടെ അത്രയും കഷ്ടപ്പാടാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനവും നാളെ ഈ വാർഷിക യോഗത്തിന് നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷാനവാസ് പാദൂറാണ്. അദ്ദേഹമാണ് ആ ഡോക്യുമെൻ്ററി പ്രദർശനം നിർവഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാളെ അവിടെ നടക്കുന്നത്. ആഷർ ലളിത, സാബിറ എവറസ്റ്റ്, സുഹ്റ അഷ്റഫ്, ജോഷിയോ ആഷർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള ഗേറ്റ് ദേശീയപാതയിൽ മീൻ ലോറിയും കാറും കൂട്ടിയിടിച്ച് സ്ത്രീ മരിച്ചു. അപകടത്തിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉച്ചയ്ക്ക് 1:30 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ഉപ്പള ഗേറ്റിൽ മീൻ ലോറി കാറിലിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരിയായിരുന്ന സ്ത്രീ മരിച്ചു. അപകടത്തിൽ മറ്റ് 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് അപകടമുണ്ടായത്. മരിച്ച സ്ത്രീ മംഗളൂരു സ്വദേശിയാണെന്നാണ് വിവരം. ഉപ്പളയ്ക്കടുത്ത് കുളൂരിൽ ബന്ധുവീട്ടിൽ വന്ന് മടങ്ങവെയാണ് അപകടമുണ്ടായത്. കാറുമായി ഇടിച്ച ശേഷം ലോറി റോഡിൽ മറിഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സവുമുണ്ടായി. പിന്നീട് പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്ദുർഗ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു നടന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ഭരിക്കുന്ന പ്രതിപക്ഷത്തും ഭരണത്തിലുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള എല്ലാവരും ഈ സഹകരണ മേഖലയിലും സഹകരണ മേഖലയിലെ പെൻഷൻ പറ്റിയ ആളുകളുടെ മേഖലയിലും തനതായ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കി ആ സംഘടനകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ 1998 ഇത്തരമൊരു സംഘടന രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിപ്പിക്കുകയും ആ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടക്കുകയും ചെയ്യുക. ജില്ലാ പ്രസിഡന്റ് V മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M സുകുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുണ്ടൂർ രാമകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു.
പ്രവീൺ തോയമ്മൽ, എം രാഘവൻ, കെ പ്രഭാകരൻ, സുജിത് പുതുക്കൈ, പി വി ഭാസ്കരൻ, എൻ വി അജയകുമാർ, കെ പി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. എം വിജയൻ സ്വാഗതവും പി വി കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിത്താരിപ്പുഴ കരകവിഞ്ഞു. ഇതോടെ പുഴയോരത്ത് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ അപകട ഭീഷണിയിലാണ്. ചിത്താരിപ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയിലെ നീരൊഴുക്ക് ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുള്ളതിനാൽ ചിത്താരി വില്ലേജിലെ അള്ളങ്കോട്, രാമഗിരി, കൊട്ടിലങ്ങാട് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നു. പള്ളിക്കര വില്ലേജിൽ കീക്കാൻ ഭാഗത്ത് ചിത്താരിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാൽ നിരവധി വീടുകളിൽ വെള്ളം കയറി 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചിത്താരിപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മാണത്തിനായി ഉണ്ടാക്കിയ ബണ്ട് മുകൾ ഭാഗത്ത് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് പകുതിയിലധികം നീക്കം ചെയ്തു. ബണ്ട് നിർമ്മാണത്തിനായി അടിച്ചിറക്കിയ ഷീറ്റ് പൈൽ മാറ്റുന്നതിന് പ്രത്യേക മെഷീനറി ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പട്ല ബോർഡിൽ നടന്നു പോകുന്നതിനിടെ കാൽവഴുതി തോട്ടിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചത് നാടിന്റെ നൊമ്പരമായി. ഭാര്യ വീട്ടിലെത്തിയ പാലക്കുന്നിലെ സാദിഖാണ് മരിച്ചത്. പ്രവൃത്തി പുരോഗമിക്കുന്ന ചെർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള യാത്ര അപകട ഭീതി ഉയർത്തുന്നു. ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും മഴവെള്ളം കുത്തിയൊലിക്കുന്നതുമാണ് ഭീഷണി ഉയർത്തുന്നത്. മഴക്കെടുതികൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം നിർത്താതെ പെയ്ത മഴയിൽ കുമ്പളയിലെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി. ശക്തമായ മഴയിൽ കാഞ്ഞങ്ങാട് ഒറുവങ്കരയിൽ റോഡ് വെള്ളത്തിനടിയിലായി. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ചെർക്കളയിൽ 4 വീടുകളിൽ വെള്ളം കയറി. വെള്ളക്കെട്ട് കുറയ്ക്കാനായി നാട്ടുകാർ ബാളക്കണ്ടം പാറത്തോട് വൃത്തിയാക്കി. കാലവർഷം കലിതുള്ളിയപ്പോൾ വിറങ്ങലിച്ച് മഞ്ചേശ്വരം. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് മഞ്ചേശ്വരം പ്രദേശത്തുണ്ടായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.